ചിലപ്പോൾ ചുറ്റുമുള്ള ആളുകളോട് ഫ്രണ്ട്സിനോടൊക്കെ വാശി തോന്നിയിട്ട് ഈ വാശിയുടെ പുറത്ത് ഇങ്ങനെ ഡിസിഷൻ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ലെറ്റ് മീ ടെൽ യു വൺ തിങ് വെരി ഫ്രാങ്ക്ലി, ഇഫ് യു ആർ ഹാവിങ് ദാറ്റ് കൈൻഡ് ഓഫ് വാശി ആൻഡ് എസ്പെഷ്യലി ദാറ്റ് ടു അതർ പീപ്പിൾ, അവരോടൊക്കെ തോന്നുന്ന വാശിയാണെന്നുണ്ടെങ്കിൽ ആ വാശിയുടെ പുറത്ത് നമ്മളൊരു കാരണവശാലും ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് പോകരുത് എന്നുള്ളതാണ് ആദ്യം പറയാനുള്ള കാര്യം. ഈ എക്സാം എഴുതുന്നത് കഴിഞ്ഞ വർഷം എഴുതുമ്പോൾ എല്ലാ എക്സാംസും എഴുതിയിട്ടില്ല, ചില എക്സാമുകൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചില എക്സാമിന് മാർക്ക് കുറയുമ്പോൾ അടുത്ത എക്സാം എഴുതാൻ തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. ഈ വർഷം എല്ലാ എക്സാമുകളും എഴുതണം. റിസൾട്ടിനെ ചേസ് ചെയ്യാൻ നിൽക്കണ്ട. ഡോണ്ട് ചേസ് ദ റിസൾട്ട്. നമ്മൾ ട്രൈ ടു കംപ്ലീറ്റ് ദ വർക്ക് എന്നുള്ളതാണ്. ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രം മതി റിസൾട്ട്സ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേർന്നുള്ളൂ എന്നുള്ളതാണ്. ലുക്കിംഗ് ഫോർ എ പെർഫെക്റ്റ് സ്റ്റാർട്ട് എന്ന് പറയും. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഒരു 75%, 85% ക്ലാസ് കണ്ടു, കുറച്ച് അവിടെ ഇവിടെയൊക്കെയാണ് തീരാനുള്ളത്. പക്ഷേ ഇക്കൊല്ലം ഞാൻ തുടങ്ങല്ലേ, ലെറ്റ് മീ ബി ദ പെർഫെക്റ്റ് മാൻ, ആദ്യം മുതൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ വീണ്ടും കാണാതിരിക്കും. നെവർ ഡു ദാറ്റ് തിങ്. അത് ഭയങ്കര തെറ്റാണ് എന്നുള്ളതാണ് കാര്യം. ഇനി ഒരു വർഷം കൂടി റിപ്പീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന സ്റ്റുഡൻസും പേരൻസും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരോട് സംസാരിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നുണ്ടാവുക. നിങ്ങളിൽ എങ്ങനെയാണ് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവസാനം വരെ കേട്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം. സോ ദ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് നീറ്റ് 2026 റിസൾട്ട് വന്നു. നമുക്കറിയാം, നമ്മുടെ റാങ്കൊക്കെ നമുക്കറിയാം, നമ്മുടെ സ്കോർ അറിയാം, നമ്മുടെ പോസിബിലിറ്റീസ് അറിയാം. ഇത് വെച്ചിട്ട് ചില ആൾക്കാർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഹർട്ടാവും, ഭയങ്കരമായിട്ട് ലൈക്ക് ശരിക്കും പറഞ്ഞാൽ ഈഗോ ഹർട്ടാവും. നമ്മൾ പോരല്ലോ, നമ്മൾ വിചാരിച്ച അത്രയത്തിലേക്ക് എത്തിയിട്ടില്ല, ഞാൻ ഇങ്ങനെയൊന്നും അല്ല, എനിക്കിത് കൂടുതൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള രൂപത്തിലൊക്കെ ഈഗോ ഹർട്ടാവും. ചില ആൾക്കാർക്ക് വാശി തോന്നും. സ്വന്തത്തിനോടുള്ള വാശിയും ചിലപ്പോൾ അതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ അതിനേക്കാളേറെ ചിലപ്പോൾ മറ്റ് കാര്യങ്ങളോടുള്ള വാശി തോന്നുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മളുടെ സ്വന്തക്കാരോട്, നമ്മളുടെ ബന്ധുക്കളോട്, ചിലപ്പോൾ ചുറ്റുമുള്ള ആളുകളോട്, ഫ്രണ്ട്സിനോടൊക്കെ വാശി തോന്നിയിട്ട് ഈ വാശിയുടെ പുറത്ത് ഇങ്ങനെ ഡിസിഷൻ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ലെറ്റ് മീ ടെൽ യു വൺ തിങ് വെരി ഫ്രാങ്ക്ലി, ഇഫ് യു ആർ ഹാവിങ് ദാറ്റ് കൈൻഡ് ഓഫ് വാശി ആൻഡ് എസ്പെഷ്യലി ദാറ്റ് ടു അതർ പീപ്പിൾ, അവരോടൊക്കെ തോന്നുന്ന വാശിയാണെന്നുണ്ടെങ്കിൽ ആ വാശിയുടെ പുറത്ത് നമ്മളൊരു കാരണവശാലും ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് പോകരുത് എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളൊരു കാര്യം. ഫസ്റ്റത്തെ കാര്യം, ഇറ്റ്സ് നോട്ട് വാശി ദാറ്റ് ഈസ് ലീഡിങ് അസ്. നമ്മൾ ലീഡ് ചെയ്യേണ്ട, മുന്നോട്ട് പോകേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വർക്കാണ്. എത്രത്തോളം വർക്ക് നമുക്ക് ചെയ്യാനുണ്ട് നീറ്റ് പഠിക്കാൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം അറിയാം. നമ്മൾ പലവട്ടം ലൈവ് സെഷനുകളിലായിട്ടും പല രൂപത്തിലായിട്ടുമൊക്കെ നിങ്ങളോട് കൃത്യമായിട്ട് സംസാരിക്കുന്ന കാര്യമാണ്. നീറ്റ് പഠിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, എല്ലാ ചാപ്റ്ററും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും കഴിഞ്ഞ 1, 2, 3 വർഷത്തിനുള്ളിൽ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ ചാപ്റ്ററിനെയും ക്ലാസ് നമ്മൾ കണ്ടിട്ടുണ്ടാവണം, നോട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. നിങ്ങളൊരു റിപ്പീറ്ററോ സൂപ്പർ റിപ്പീറ്ററോ ഒക്കെ ആവാനുള്ള ഒരാളാണ് അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ ക്ലാസ് മുഴുവൻ കണ്ടിട്ടുണ്ടോ എന്ന് നോക്കുക. മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ദാറ്റ് ഈസ് എനഫ്. നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇനി ക്ലാസ് കാണേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഏതെങ്കിലുമൊക്കെ ചാപ്റ്ററിൻ്റെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ ആ കാണേണ്ട പോർഷൻസ് മാത്രം കാണുക, മുഴുവനായിട്ട് ആദ്യം പോലെ തന്നെ. ചില ആൾക്കാരുണ്ട് ലൈക്ക് ലുക്കിംഗ് ഫോർ എ പെർഫെക്റ്റ് സ്റ്റാർട്ട് എന്ന് പറയും. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഒരു 75%, 85% ക്ലാസ് കണ്ടു, കുറച്ച് അവിടെ ഇവിടെയൊക്കെയാണ് തീരാനുള്ളത്. പക്ഷേ ഇക്കൊല്ലം ഞാൻ തുടങ്ങല്ലേ, ലെറ്റ് മീ ബി ദ പെർഫെക്റ്റ് മാൻ, ആദ്യം മുതൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ വീണ്ടും കാണാതിരിക്കും. നെവർ ഡു ദാറ്റ് തിങ്. അത് ഭയങ്കര തെറ്റാണ് എന്നുള്ളതാണ് കാര്യം. സോ ദാറ്റ് ഈസ് അബൌട്ട് വർക്ക് ഗ്യാപ്പ്, ഒന്നാമത്തെ ക്ലാസ് കാണുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഞാനൊരു ഡോപ്പയിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മളൊരു 10 പോയിന്റ് സ്കീമൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട 3 പോയിന്റ് മാത്രം പറയാം. ക്ലാസ് കാണുന്നതിൻ്റെ കാര്യമാണ് ഒന്നാമത്തെ പോയിന്റിൽ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം എഴുതുന്നതിനെ പറ്റിയിട്ടാണ്. യു ഹൗ ടു അറ്റൻഡ് ഓൾ ദ എക്സാം ദിസ് ഇയർ. ഈ എക്സാം എഴുതുന്നത് കഴിഞ്ഞ വർഷം ഇരിക്കുമ്പോൾ എല്ലാ എക്സാംസും എഴുതിയിട്ടില്ല, ചില എക്സാമുകൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചില എക്സാമിന് മാർക്ക് കുറയുമ്പോൾ അടുത്ത എക്സാം എഴുതാൻ തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. ഈ വർഷം എല്ലാ എക്സാമുകളും എഴുതണം. നമ്മൾ ഈ വർഷം എന്തിനു വേണ്ടി ഇരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സുകൾ കഴിഞ്ഞ വർഷം കണ്ടത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുക. അതായത് ആദ്യം പോലും വീണ്ടും കാണാനല്ല, കഴിഞ്ഞ വർഷം എവിടെ വരെ കണ്ടിട്ടുണ്ടോ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം, മുഴുവൻ എക്സാമുകളും കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫൈനലി മൂന്നാമത്തെ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഈ റിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മൾ എന്നാണോ നമ്മൾ പഠിച്ചു തീരുക അന്ന് മുതൽ എക്സാം എഴുതുന്ന അന്ന് വരെ കണ്ടിന്യൂസ്ലി റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് റിവിഷൻ ഷുഡ് ബി എ കണ്ടിന്യൂസ് പ്രോസസ്സ് ലാസ്റ്റ് വരെ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഈ വർഷത്തിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള സംഭവം ഈ വർഷം റീനീറ്റ് സംഭവിച്ചു എന്നുള്ളതാണ്. റീനീറ്റിൻ്റെ സമയത്തേക്കൊക്കെ ഒരുപാട് കുട്ടികൾ പറയുന്നത് ആ സമയത്ത് പഠിക്കാൻ വേണ്ടി പറ്റിയില്ല, റിവൈസ് ചെയ്തില്ല, എത്തിയില്ല എന്നൊക്കെയാണ് പറയുന്നുണ്ടാവുക. അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ലാസ്റ്റിലത്തെ ഒരു വീക്കായപ്പോഴത്തേക്കും നമ്മൾ റിവിഷൻ പ്രോപ്പറായില്ല, നമ്മൾ നിർത്തിവെച്ചു, അങ്ങനത്തെ രൂപത്തിലാണ് പറയുന്നുണ്ടാവുക. അങ്ങനെയല്ല, വെൽ ഇൻസ്ട്രക്റ്റഡ് ആയിട്ട് കൃത്യമായിട്ട് റിവിഷനും ചെയ്യണം. സോ 3 കാര്യങ്ങൾ, ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് തീർക്കുക,
എക്സാമുകൾ ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യുക, ലാസ്റ്റ് വരെ അവസാന ദിവസം വരെ കണ്ടിന്യൂസ്ലി റിവിഷൻ പഠിക്കുക. മൾട്ടിപ്പിൾ റിവിഷൻസ്, ന്യൂമറസ് റിവിഷൻസ് പറയുക. ഒരു റൗണ്ട് റിവിഷനോ 2 റൗണ്ട് റിവിഷനോ 3 റൗണ്ട് റിവിഷനോ അല്ല, ന്യൂമറസ് റിവിഷൻ. ഇത്രയധികം വർക്ക് ബാക്കിയുണ്ട്. വർക്കുകൾ നമുക്ക് വൺസ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളോട് കൃത്യമായിട്ട് തന്നെ ഓരോ സ്റ്റെപ്പുകളിലും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത്രയും വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വർഷം ജോയിൻ ചെയ്യുന്നതെന്ന് വിചാരിക്കണം. ഞാനൊരു കാര്യം പറയുകയാണ്, MBBS സീറ്റ്, എയിംസിലുള്ള അഡ്മിഷൻ, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് പോലെയുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വർക്ക് ഇങ്ങനെ പ്രോപ്പർലി എടുത്താൽ മാത്രം മതി. കൃത്യമായിട്ട് നമ്മൾ വർക്ക് എടുക്കുന്നിടത്ത് നമ്മൾ നല്ല സൂക്ഷ്മത പുലർത്തുന്നുണ്ട്, കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്താണ് നമ്മൾ പോകുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വിചാരിക്കുന്ന റിസൾട്ടിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് വി ആർ ചേസിങ് ദ റിസൾട്ടിനെ ചേസ് ചെയ്യുന്നത് പോലെയല്ല. ഇറ്റ്സ് ലൈക്ക് വി ആർ കംപ്ലീറ്റിംഗ് ദ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, റിസൾട്ട് തനിയെ വരിക ചെയ്യുക. പണ്ടൊരു കഥയുണ്ട്. ഈ കഥ ഈസ് ഒരാൾ ഒരു ബട്ടർഫ്ലൈനെ ചേസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നുണ്ടാവുക. ഒരു നീല ബട്ടർഫ്ലൈ ഗാർഡനിൽ പോയി കഴിഞ്ഞ സമയത്ത് ഒരു നീല ബട്ടർഫ്ലൈ ഭയങ്കര ഭംഗിയുണ്ട്, അതിനെ പിടിക്കണം എന്ന് ആഗ്രഹം തോന്നി. ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇയാൾ കുറേ നേരം വലയെടുത്തിട്ട് ഈ നീല ബട്ടർഫ്ലൈൻ്റെ പുറകെ കുറേ ഓടി. പല ബട്ടർഫ്ലൈനെയും കിട്ടുന്നുണ്ട്, ഈ നീലേനെ മാത്രം കിട്ടുന്നില്ല എന്നുള്ള രൂപത്തിലായി കുറച്ച് നേരം ഓടി തളർന്ന് അയാൾ കുഴങ്ങി. അയാൾ ആ പൂന്തോട്ടത്തിൻ്റെ നടുവിൽ വെറുതെ ഇരുന്നു എന്നാണ് പറയാം. പൂന്തോട്ടത്തിൻ്റെ നടുവിൽ അയാൾ വെറുതെ ഇരുന്ന് അയാളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഇയാൾ നോക്കുമ്പോൾ ഒരു മഞ്ഞ ബട്ടർഫ്ലൈ വന്നിട്ട് ഇങ്ങനെ അടുത്തിരിക്കും എന്ന് പറയാം. തൊട്ടടുത്ത് വേറൊരു ബട്ടർഫ്ലൈ വന്നിരിക്കും. അപ്പോൾ അയാൾക്ക് മനസ്സിലായി, അതായത് ബട്ടർഫ്ലൈൻ്റെ പുറകെ ഓടുമ്പോഴല്ല, ഇവിടെ ഇരുന്നാൽ മതി എന്നുള്ളത്. കുറച്ച് സമയം കൂടി അവിടെ തന്നെ ഒരു പൂരിക്കുന്ന പോലെ സമാധാനത്തിൽ ഇരുന്ന് തുടങ്ങുമ്പോൾ അയാൾ ആഗ്രഹിച്ച ആ സാധനം നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു എന്ന് പറയാം. സിമ്പിൾ കാര്യമാണ്. നമുക്ക് ഓരോ കാര്യത്തിനെ കിട്ടാനും അതിനെ കിട്ടാനായിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ട് പ്രോപ്പർലി എടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു എഫേർട്ട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, റിപ്പീറ്റ് ചെയ്യാവുള്ളൂ. അതേ പറഞ്ഞ പോലെ ഒരു വാശിക്കോ, എസ്പെഷ്യലി ചില പേഴ്സൺസിനോടുള്ള പേഴ്സണൽ വാശികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാരണവശാലും പോലും എന്ത് ചെയ്യരുത്, വീണ്ടും റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ വരരുത്. സച്ച് എ വർക്ക് ഇഫ് യു ഹാവ് ടു കംപ്ലീറ്റ് യു ക്യാൻ കം ഡെഫിനറ്റ്ലി. ആൻഡ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ, പേരൻസും സ്റ്റുഡൻസും തമ്മിലുള്ള അലൈൻമെൻറ്റാണ്. നിങ്ങൾ ജീവിതത്തിൽ എന്ത് ഡിസിഷൻ എടുത്താലും നിങ്ങൾ നന്നാവും. പക്ഷെ നന്നാവണമെങ്കിൽ നമ്മൾ പറയില്ലേ, രക്ഷകർത്താക്കൾ, പേരൻസ്, ഇവരുടെയൊക്കെ ഒരു അലൈൻമെൻറ്റ് നമുക്ക് നിർബന്ധമായിട്ട് വേണം. പേരൻറ്റും കൂടി സമ്മതിക്കുന്ന, പേരൻറ്റിനും കൂടി ഇഷ്ടമുള്ളൊരു പാത്തിൽ നമ്മൾ പോകണം എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. സ്റ്റുഡൻറ്റും പേരൻറ്റും ഒരുമിച്ച് നിന്ന് ഒരേ ആംഗിളിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി റിപ്പീറ്റ് ചെയ്യാം. ഒരിക്കൽ കൂടി നമുക്ക് ഒരു വർഷം റിപ്പീറ്റോ സൂപ്പർ റിപ്പീറ്റോ ഇനി ഒരു വർഷം കൂടി നമുക്ക് സ്പെൻഡ് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ആരെങ്കിലും ഒരാളോ ഒന്നെങ്കിലും സ്റ്റുഡൻറ്റ്, ഇപ്പോൾ ഇന്ന് പല തരത്തിലുള്ള പേരൻസിൻ്റെ കോളുകളാണ്. ചില പേരൻസ് വിളിക്കുന്ന സമയത്ത് പേരൻസ് പറയും, സാറേ ഞാനൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യണമെന്ന് കുട്ടീനോട് പറയാനുണ്ട്, പക്ഷെ കുട്ടിക്ക് താല്പര്യമില്ല സാറേ. കുട്ടി റിപ്പീറ്റ് ചെയ്യണമെന്ന് വലിയ താല്പര്യമൊന്നും കാണിക്കില്ല, കുട്ടിക്ക് വേറൊരു കോഴ്സ് എടുത്ത് പോയാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പേരൻസിൻ്റെ സൈഡിൽ നിന്ന് ഈ താല്പര്യമില്ലാത്ത കുട്ടീനെ നമ്മൾ നിർബന്ധിക്കൊന്നും വേണ്ട. നമ്മൾ കുറച്ചും കൂടി ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ കുട്ടി പറയും, എന്നാൽ നിങ്ങൾ പറഞ്ഞതല്ല ഞാൻ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വരും. പക്ഷേ 1 മാസം 2 മാസം 3 മാസം 4 മാസം കഴിഞ്ഞിട്ട് ഈ പ്രഷർ വരുമ്പോൾ കുട്ടിക്ക് ഒന്ന് എന്തിനായിരുന്നു, വെറുതെ വീട്ടുകാർ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ വന്നതല്ലേ എന്നുള്ള രൂപത്തിലേക്കാവും ഈ കുട്ടിയുടെ ചിന്ത. ഫൈനലി ഇത് എന്താ പറയുക, പിന്നെയും അതൊരു മെൻ്റൽ പ്രഷറിലേക്കും കാര്യങ്ങളിലേക്കും കൊണ്ടുപോകാനുള്ള സാധ്യത. ഇനി തിരിച്ച് കുട്ടിക്ക് നല്ല താല്പര്യമുണ്ട് റിപ്പീറ്റ് ചെയ്യാൻ, ഒരു വർഷം കൂടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പേരൻസിന് യാതൊരു താല്പര്യമില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരം കൂടി സംസാരിച്ചിട്ട് കുട്ടി സംസാരിച്ച് പേരൻറ്റിനെ കൂടി റിപ്പീറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിക്കും. അങ്ങനെ പേരൻറ്റ് പറയും, എന്നാൽ പിന്നെ നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ പോട്ടെ എന്ന് പറയും. ഇതുപോലെ 3-4 മാസം കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുട്ടിക്ക് തന്നെ ഇതുപോലെ ഭയങ്കര പ്രഷർ വരാൻ തുടങ്ങും. അപ്പോൾ കുട്ടി ഓർക്കും, പക്ഷേ ഞാനായിട്ട് പേരൻസിനെ നിർബന്ധിച്ചാണ്, എനിക്ക് ഈ പ്രഷറുള്ള കാര്യം എൻ്റെ പേരൻറ്റിനോട് ഞാൻ എങ്ങനെ പറയും, ഞാനിത് ചെയ്ത് ശരിയാക്കിക്കൊള്ളാം എന്നുള്ളതല്ലായിരുന്നു എൻ്റെ ഗ്യാരണ്ടി എന്നുള്ള രൂപത്തിൽ ചിന്തിക്കും. അവിടെയും ഈ പറയുന്ന പോലെ പ്രഷർ ബിൽഡപ്പ് ചെയ്യും. സോ ഭയങ്കര സിമ്പിളാണ്. ഇനീഷ്യലി തന്നെ ഭയങ്കര എഫേർട്സ് ഒന്നും എടുക്കാതെ തന്നെ നിങ്ങൾക്കൊരു തോട്ട് അലൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ, തോട്ട് അലൈൻമെൻറ്റ് ഉള്ള ഡയറക്ഷനിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വർഷം കൂടി റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ 2ാമത്തെ വർഷം മാത്രമല്ല കേട്ടോ, 3ാമത്തെ തൊട്ടോ 4ാമത്തെ തൊട്ടോ ഒക്കെ എത്രാമത്തെ തൊട്ടാണെങ്കിലും രണ്ടാൾക്കാരും കൂടി, പേരൻറ്റും കുട്ടിയും കൂടി ഒരുമിച്ച് ചിന്തിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്ക് മാത്രമേ നമ്മൾ ഇരിക്കാൻ പാടുള്ളൂ എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. രക്ഷകർത്താക്കൾ, അങ്ങനെ പറയാം, മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന പോലെ, മാതാപിതാ ഇല്ലാതെ വേറൊരു ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. മാതാവും പിതാവും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ. സ്റ്റുഡൻസ് ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. മാതാപിതാക്കൾ സ്റ്റുഡൻസിനെയും കൺസിഡർ ചെയ്യണം, അവരുടെ തീരുമാനങ്ങൾക്കും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ വരിക എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് ഒരൊറ്റ ടാർഗറ്റായിട്ട് തരികയാണെങ്കിൽ, ടാർഗറ്റ് വിൽ ബി കംപ്ലീറ്റിംഗ് ദ വർക്ക്. പ്രോപ്പർലി വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുക. വർക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ എല്ലാ ക്ലാസ്സുകളൊക്കെ കണ്ട് നോട്ടുകളൊക്കെ എഴുതി റിവൈസ് ചെയ്ത് പോകുന്നുണ്ട്. പരമാവധി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരു ചാപ്റ്ററിൽ ഒരു 300, 400, 500 ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇനി എല്ലാ എക്സാമുകളും എഴുതുന്നുണ്ട്.
ഫൈനൽ ഡേ വരെ നമ്മൾ ഇതിനകത്ത് വേണ്ടി ഇങ്ങനെ പൊരുതി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള റിസൾട്ട് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്ന് ചേരുന്നുണ്ടാവും. റിസൾട്ടിനെ ചേസ് ചെയ്യാൻ നിൽക്കണ്ട. ഡോണ്ട് ചേസ് ദ റിസൾട്ട്. നമ്മൾ ട്രൈ ടു കംപ്ലീറ്റ് ദ വർക്ക് എന്നുള്ളതാണ്. ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രം മതി, റിസൾട്ട്സ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേർന്നോളൂ എന്നുള്ളതാണ്. ഇനി നിങ്ങളിൽ എന്താ പറയുക, ഇതൊക്കെ ഓക്കെയാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്, ഇന്ന വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ട്, എൻ്റെ പേരൻറ്റിന് എനിക്ക് ഓക്കെയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നോളൂ. അടുത്ത വർഷത്തെ നീറ്റ് എക്സാം 2027 നീറ്റ് എക്സാം നമ്മൾ ക്രാക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ഉറപ്പായിട്ടും. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അധിക ബാച്ചുകളൊന്നും ഇല്ല കേട്ടോ. ഏകദേശം ബാച്ചുകളൊക്കെ ബോയ്സ് ബാച്ചുകൾ ഫില്ലായി വരുന്നു. ഗേൾസ് ബാച്ചിൽ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഫില്ലായി ഈ ഒരു വർഷം തന്നെ. സന്തോഷമുണ്ട്, ഒരുപാട് പേരൻസ് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിലേക്ക്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കണക്ട് ചെയ്താൽ മതി, നമ്മൾ ഡെഫിനറ്റ്ലി കൂടുതൽ സംസാരിക്കാം എന്നുള്ളതാണ് കാര്യം. റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തോ ഉള്ള വേറെ കൺഫ്യൂഷൻസോ എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലേക്ക് വന്നാൽ മതി. നമുക്കതൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്താം. താങ്ക് യു സോ മച്ച്.